കേരളം അഭിമാനിക്കുന്ന നിമിഷമെന്ന പ്രഖ്യാപനത്തോടെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊച്ചി മെട്രോ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ആദ്യം ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. തുടർന്ന് മുഖ്യമന്ത്രി പച്ചക്കൊടി വീശിയതോടെ ഇടപ്പള്ളിയിൽ ആദ്യ പൈലിംഗിനും തുടക്കമായി. കഴിഞ്ഞ 10 വർഷമായി കേരളം മറ്റൊരു രാഷ്ട്രീയ ദിശയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, 2016 ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരു ഭരണ തുടർച്ച ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? വിഴിഞ്ഞം തുറമുഖം മുതൽ മെട്രോ റെയിൽ വരെ, സ്മാർട്ട് സിറ്റി മുതൽ ദേശീയപാത വികസനം വരെ വലിയ പദ്ധതികൾക്ക് തുടക്കമിട്ട UDF ഭരണത്തിന് 10 വർഷം കൂടി ലഭിച്ചിരുന്നെങ്കിൽ കേരളം വികസനത്തിന്റെ ഏത് ഉയരങ്ങളിൽ എത്തുമായിരുന്നു? നമുക്ക് വസ്തുതകളിലൂടെ ഒന്ന് പരിശോധിക്കാം. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രൂക്ഷമായ സാമ്പത്തിക തകർച്ചയാണ്. ശമ്പളവും പെൻഷനും നൽകാൻ പോലും കടമെടുക്കേണ്ടി വരുന്ന സാഹചര്യം. UDF ഭരണകാലത്ത് കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ഉണ്ടായിരുന്നു. ജനങ്ങളെ അമിത നികുതി ഭാരത്തിലേക്ക് തള്ളിയിടാതെ വികസനത്തിന് പണം കണ്ടെത്താനുള്ള വൈദഗ്ധ്യം അന്ന് പ്രകടമായിരുന്നു. കിഫ്ബി പോലുള്ള സമാന്തര സാമ്പത്തിക സംവിധാനങ്ങൾ ഉണ്ടാക്കി സംസ്ഥാനത്തെ കടക്കണിയിലാക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചും PPP മോഡലുകൾ കാര്യക്ഷമമായി നടപ്പാക്കിയും വികസനം താഴെത്തട്ടിൽ എത്തിക്കാൻ UDFന് സാധിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതികളാണ് ഇന്നും കേരളത്തിന്റെ അഭിമാനം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ UDFന് കഴിയുമായിരുന്നു. കൊച്ചി മെട്രോയുടെ അടുത്ത ഘട്ടങ്ങൾ ഇതിനോടകം തന്നെ യാഥാർത്ഥ്യമാകുമായിരുന്നു. ഹൈസ്പീഡ് റെയിൽവേ പോലുള്ള പ്രായോഗികമായ പദ്ധതികൾ പരിസ്ഥിതിയെയും ജനങ്ങളെയും ദ്രോഹിക്കാതെ നടപ്പിലാക്കാൻ അന്നത്തെ സർക്കാർ ശ്രമിച്ചിരുന്നു. സ്മാർട്ട് സിറ്റിയും IT മേഖലയിലെ കുതിച്ചുചാട്ടവും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ കേരളത്തിൽ തന്നെ സൃഷ്ടിക്കുമായിരുന്നു. ചുരുക്കത്തിൽ പദ്ധതികൾ വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ പ്രായോഗിക തലത്തിലെത്തിക്കുന്ന രീതി UDFന്റെ പ്രത്യേകതയായിരുന്നു. കേരളത്തിലെ കർഷകർ ഇന്ന് വലിയ ദുരിതത്തിലാണ്. റബ്ബർ വില തകർച്ചയും വന്യജീവി ആക്രമണവും കർഷകരുടെ നടുവൊടിക്കുമ്പോൾ സബ്സിഡികളും കൃത്യമായ താങ്ങുവിലയും നൽകി അവരെ ചേർത്ത് പിടിക്കാൻ UDF എന്നും മുൻപിലുണ്ടായിരുന്നു. കാരുണ്യ ബെനവലന്റ് ഫണ്ട് പോലുള്ള വിപ്ലവകരമായ പദ്ധതികളിലൂടെ സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കിയ ഭരണമായിരുന്നു അത്. ഇന്ന് ചികിത്സാ സഹായങ്ങൾ പോലും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ UDF ഭരണത്തിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുമായിരുന്നു. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ രാഷ്ട്രീയവൽക്കരിക്കാതെ കൃത്യമായി ജനങ്ങളിലെത്തിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. വ്യവസായങ്ങൾ തുടങ്ങാൻ സംരംഭകർ ഭയപ്പെടാത്ത ഒരു കേരളമായിരുന്നു UDFന്റെ ലക്ഷ്യം. അനാവശ്യമായ സമരങ്ങളോ നോക്കുകൂലിയോ ഇല്ലാതെ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നു. ക്രമസമാധാന നില തകരാതെ രാഷ്ട്രീയ അക്രമങ്ങൾ കുറഞ്ഞ ഒരു ശാന്തമായ കേരളം വികസനത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. യുവാക്കൾ വിദേശത്തേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യുന്ന ഇന്നത്തെ സാഹചര്യം മാറി ഇവിടെ തന്നെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം UDF ഭരണത്തിൽ ഉണ്ടാകുമായിരുന്നു. വികസനവും കരുതലും ഒരുപോലെ കൊണ്ടുപോയ ഒരു ഭരണകാലമായിരുന്നു 2011-16 കാലഘട്ടം. അതിൻ്റെ തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ അഴിമതിയില്ലാത്ത, കടക്കണിയില്ലാത്ത വികസിതമായ ഒരു കേരളം നമുക്ക് കാണാമായിരുന്നു. ഈ 10 വർഷങ്ങൾ കേരളത്തിന്റെ സുവർണ കാലഘട്ടമായി മാറുമായിരുന്നു എന്നതിൽ സംശയമില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.